സുഹൃത്തുക്കളെ, ഈ ഒരു കാഴ്ച കണ്ടില്ലേ? ഇത് നമ്മുടെ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൊയിലാണ്ടിയിൽ അനുവദിച്ച നന്ദി ചെങ്ങോട്ടുകാവ് ബൈപ്പാസിൽ നിന്നുള്ള ദൃശ്യങ്ങളാട്ടോ. നിറയെ ലഹരി മാഫിയയുടെ ഒരു കേന്ദ്രമായിരിക്കുന്നു ഈ ഒരു ബൈപ്പാസ്. നന്ദി ചെങ്ങോട്ടുകാവ് ബൈപ്പാസിൻ്റെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ. ഇതിൽ ഒരു പന്തലാനി തുടക്കം മുതൽ ചെങ്ങോട്ടുകാവ് വരെയാണ് ഏകദേശം ഒരു 70% വർക്ക് ആ ഭാഗത്താണ് ഫിനിഷ് ആയത്. അതായത് റോഡൊക്കെ ടാർ ചെയ്തിട്ട് അത്യാവശ്യം ഒരു വർക്ക് കഴിഞ്ഞിരിക്കുന്നത് ഒരു പന്തലാനി തുടക്കം മുതൽ ചെങ്ങോട്ടുകാവ് ബ്രിഡ്ജ് വരെയാണ്. ഈ പാതയുടെ ചുറ്റും രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമായിട്ട് മാറിയിരിക്കുകയാണ്. നമുക്ക് രാവിലെയൊക്കെ നടക്കാൻ പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. നിറയെ മദ്യ കുപ്പികളും സിഗരറ്റ് കുപ്പികളും ഒഴിഞ്ഞ മദ്യക്കുപ്പികളോ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഈ ഒരു റോഡ്, ഈ ബൈപ്പാസിൻ്റെ റോഡിൻ്റെ ഇരുവശത്തും, അതുകൂടാതെ ഈ ഇരുഭാഗത്തും സർവീസ് റോഡ് വരുന്നുണ്ട്. ഈ സർവീസ് റോഡ് നിറയെ, ഞാൻ ഇതിൽ സർവീസ് റോഡ് ഉൾപ്പെടുത്തിയിട്ടില്ല. സർവീസ് റോഡിലൊക്കെ ഇതാണ് അവസ്ഥ. കിലോമീറ്ററോളം റോഡുകൾക്ക് ചുറ്റും മദ്യക്കുപ്പികളാണ്. ചുരുക്കി പറഞ്ഞാൽ രാത്രിയിൽ ഒരു വലിയ സംഘം തന്നെ ഈ ഭാഗത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ടാവാം. പല ബോർഡുകളൊക്കെ ഉണ്ടെങ്കിലും അതിലൊന്നും ജനകീയ കൂട്ടായ്മ എന്ന പേര് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നിറയെ ചുറ്റും റോഡ് നിറയെ മദ്യ സിഗരറ്റ് കുപ്പികൾ കാണാൻ പറ്റും. നമ്മുടെ യുവത്വം എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എത്രമാത്രം ലഹരി കീഴടക്കിയിരിക്കുന്നതെന്ന് ഈ കാഴ്ചകൾ നമ്മോട് കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പല റോഡുകളിലും ആൾ സഞ്ചാരം അല്ലെങ്കിൽ വാഹനത്തിന് തുറന്നു കൊടുക്കാത്ത പല റോഡുകളിലും രാത്രികാലങ്ങളിൽ ഇതുപോലെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമാണ്. ഇനിയിപ്പോൾ ഈ ഒരു വർക്ക് ഇവിടെ നന്ദി ചെങ്ങോട്ടുകാവ് ബൈപ്പാസിൻ്റെ പണി ശരിക്കും പകുതി പോലും കഴിഞ്ഞിട്ടില്ല. മാസങ്ങളോളം, ചിലപ്പോൾ വർഷങ്ങളോളമൊക്കെ വേണ്ടിയിരുന്ന തോന്നുന്നത്. അതുവരെ ഈ ഒരു റോഡ് ഇവരുടെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ട് തന്നെയായിരിക്കാം. നിങ്ങൾ കണ്ടില്ലേ? കാണാൻ പറ്റും വീഡിയോയിൽ. ഭയങ്കര, എന്താണ് പറയുക, ദയനീയമായ കാഴ്ചകളാണ്.